നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ദേശീയ തലത്തിലെ വാർത്തകൾ, വിശേഷങ്ങൾ, അവലോകനങ്ങൾ ഒക്കെയായി നേഷൻ ഫസ്റ്റ് ആരംഭിക്കുകയാണ്. ഞാൻ എസ് ശ്രീകാന്ത്. എല്ലാ ദിവസത്തെയും പോലെ ഒട്ടനേകം വാർത്തകൾ ദേശീയ തലത്തിൽ വരുന്നുണ്ട്. ഇന്ന് ആ വാർത്തകളിലെല്ലാം നമുക്ക് വളരെ വേഗം പോയി വരികയും ചെയ്യാം. ഇന്ന് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നല്ല മഴ ഉള്ള ദിവസമാണ്. രാവിലെ മുതൽ ശക്തമായ കാറ്റും മഴയുമുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കടുത്ത ചൂടായിരുന്നു, ഹ്യൂമിഡിറ്റി വളരെയധികം കൂടുതലുമായിരുന്നു. ഇപ്പോൾ അതിനൊരു ശമനമുണ്ടായിരിക്കുന്നു. രാവിലെ ഇപ്പോഴും മഴ ചെറുതായി ചനിചനയായി വീഴുന്നുണ്ട്. അപ്പോൾ വാർത്തയിലേക്ക് നമ്മൾ പോവുകയാണ്. ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളിൽ അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കഴിഞ്ഞാൽ പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും പദവികളിൽ നിന്നും മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള 130ാം ഭരണഘടനാ ഭേദഗതി ബിൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ വീണ്ടും കൊണ്ടുവന്നേക്കും എന്നതാണ് വാർത്ത. കഴിഞ്ഞ ഓഗസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ച ബിൽ അപരാജിത സാരംഗി അധ്യക്ഷയായ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടിരുന്നു. കോൺഗ്രസ് അടക്കം പ്രതിപക്ഷ പാർട്ടികൾ എന്നാൽ ഈ JPC നടപടികളോട് സഹകരിച്ചതുമില്ല. പാർലമെന്റിലും ബില്ലിനെതിരെ കടുത്ത എതിർപ്പ് ഈ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തിരുന്നു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് അവഗണിച്ച് ബില്ല് വീണ്ടും കൊണ്ടുവരാനാണ് നീക്കം. അതായത് ഏതെങ്കിലും ഗുരുതരമായ കുറ്റകൃത്യത്തിൽപ്പെട്ട് 30 ദിവസം ഈ രാഷ്ട്രീയക്കാർ അകത്ത് കിടന്നാൽ അവരെ അയോഗ്യരാക്കുന്നതിനുള്ള, അവരെ ആ പദവികളിൽ നിന്നും മാറ്റി നിർത്തുന്നതിനുള്ള നിലവിൽ ഒരു ബില്ലാണ് കൊണ്ടുവരാൻ പോകുന്നത്. അത് പ്രധാനമന്ത്രിയായാലും ശരി, മുഖ്യമന്ത്രിമാരായാലും ശരി, അറസ്റ്റിലായി 30 ദിവസം ജയിലിൽ കിടന്നാൽ മതി, അവരെ ആ പദവിയിൽ നിന്നും മാറ്റും. ക്രിമിനലുകൾ ആ പദവിയിൽ എന്തിനാണ് തുടരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ക്രിമിനലുകൾ, രാഷ്ട്രീയ പ്രേരിതമല്ലാത്ത ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽപ്പെട്ട പ്രതികൾ നമ്മളെ ഭരിക്കുന്നത് പോലെ ഒരു വിരോധാഭാസം എന്താണുള്ളത്? അതിനെ എതിർക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്നും നമ്മൾ ഓർക്കണം. എന്തിനാണ് കോൺഗ്രസും മറ്റ് പാർട്ടികളും, ഈ പ്രതിപക്ഷത്തെ പാർട്ടികളും ഇതിനെ എതിർക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അതിശക്തമായി ഈ ബിൽ കൊണ്ടുവരാനുള്ള ശ്രമം BJP ഇപ്പോഴും തുടരുകയുമാണ്. അപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് വളരെ വേഗം നമ്മൾ പോവുകയാണ്. അതായത് നിലവിൽ വിജയ് സർക്കാരിനെ അട്ടിമറിക്കാൻ, തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് സർക്കാരിനെ അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. തമിഴ്നാട്ടിൽ ജോസഫ് വിജയ് സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി DMKയുടെ നേതൃത്വത്തിലാണ് ശ്രമം നടക്കുന്നത് എന്നതാണ് ആരോപണം. 15 TVK MLA-മാരെ ഒരേ സമയം രാജിവെപ്പിക്കാൻ നീക്കം നടന്നതായാണ് നിലവിലെ കണ്ടെത്തൽ. രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നീക്കത്തിന് ചുക്കാൻ പിടിച്ച സ്വകാര്യ ഏജൻസിയിലെ ഒരാളെ അറസ്റ്റും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ DMK നേതാവും മുൻ മന്ത്രിയുമായ സെന്തിൽ ബാലാജിക്ക് അട്ടിമറിയുമായി ബന്ധമുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ 2 അനുയായികളെയും പോലീസ് അറസ്റ്റ് ചെയ്തതായാണ് റിപ്പോർട്ടുകൾ. ജോസഫ് വിജയ് 3 മാസം മുതൽ 6 മാസം വരെയുള്ള കാലയളവിനിടയ്ക്ക് താഴെ വീഴും എന്ന് പറഞ്ഞയാളാണ് MK സ്റ്റാലിൻ. MK സ്റ്റാലിൻ്റെ വലങ്കയും, മുൻപ് AIADMKയിലായിരുന്നെങ്കിലും MK സ്റ്റാലിൻ്റെ വലങ്കയും പണം റോള് ചെയ്യുന്നയാളും അതോടൊപ്പം തന്നെ ഇത്തരം അട്ടിമറി പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നയാളുമാണ് ഈ സെന്തിൽ ബാലാജി. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ ഒരു കേസിൽ ഈ സെന്തിൽ ബാലാജിയെ തൂക്കിയെടുത്ത് അകത്തിട്ടിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി ഈ ജോസഫ് വിജയ് സർക്കാരിനെ അട്ടിമറിക്കുക എന്നുള്ളതാണ്. അത് പറയുന്നത് ജോസഫ് വിജയ് സർക്കാർ തന്നെയാണ് ഞങ്ങളെ ഇത് അട്ടിമറിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും സെന്തിൽ ബാലാജിയിലേക്ക് പോലീസിന്റെ അന്വേഷണം പോവുകയാണ്. ഈ ജോസഫ് വിജയ് 6 മാസം തികയ്ക്കുമോ എന്നുള്ളത് കണ്ടറിയണം. AIADMKയും അതോടൊപ്പം DMKയും ഒരുമിച്ച് നിന്ന് വിജയിയെ വീഴ്ത്താനുള്ള നീക്കങ്ങൾ അണിയറയിൽ ശക്തമായി നടക്കുന്നുണ്ട് എന്നതാണ് വസ്തുത. അതിന്റെ ഭാഗമാണോ ഈ പുതിയ അട്ടിമറി നീക്കം എന്നുള്ളതും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ പ്രേക്ഷകരെ, ഒരു സുപ്രധാനമായ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇനി പറയാൻ പോകുന്നത്. കാരണം ആ വാർത്തയ്ക്ക് വളരെ പ്രസക്തിയുണ്ട്. അത് പ്രിയങ്ക ഖർഗെയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഈ പ്രിയങ്ക ഖർഗെ കർണാടക ആഭ്യന്തരമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നമുക്കറിയാം, ഓരോ ആഴ്ചയും ഓരോ ചെഗുവേരമാരാണ് ഈ കോൺഗ്രസിനും മറ്റാളുകൾക്കും ഉള്ളത് എന്ന് സോഷ്യൽ മീഡിയയിൽ തമാശയ്ക്ക് പറയാറുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി ഈ പ്രിയങ്ക ഖർഗെയായിരുന്നു ആളുകളുടെ ആവേശ കുമാരൻ. RSSനെ രജിസ്റ്റർ ചെയ്യിക്കും,
ഇല്ലെങ്കിൽ ഞാൻ അതിനെ നിരോധിക്കും. ഇതായിരുന്നു പ്രിയങ്ക ഖർഗെ പറഞ്ഞത്. ഏറ്റവും അവസാനം RSSനെ നിരോധിക്കാനും രജിസ്റ്റർ ചെയ്യിക്കാനും ഇറങ്ങി കോടതി കയറി ഇറങ്ങുകയാണ് പ്രിയങ്ക ഖർഗെ. പ്രിയങ്ക ഖർഗെക്ക് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഒരു കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. RSS രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയല്ലാത്തതിനാൽ അതിലെ ഒരംഗത്തിനും ക്രിമിനൽ അപകീർത്തി കേസ് നൽകാനാകില്ലെന്ന പ്രിയങ്ക ഖർഗെയുടെ വാദം ബംഗളൂരുവിലെ പ്രത്യേക കോടതി തള്ളി എന്നതാണ് വാർത്ത. RSS രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും അതിനെ നിരോധിക്കുമെന്നൊക്കെ പറഞ്ഞ് RSSനെ അപകീർത്തിപ്പെടുത്തിയതിനെതിരെ തേജസ് എന്ന് പറയുന്ന RSS പ്രവർത്തകൻ നൽകിയ അപകീർത്തി ഹർജിയുണ്ട്. അതിൽ ജൂലൈ 21-ന് ഈ പ്രിയങ്ക ഖർഗെ കോടതിയിൽ ഹാജരാവുകയും വേണം. അതിനിടെയാണ് കോടതിയിൽ നിന്നും മറ്റൊരടി കൂടി വരുന്നത്. പ്രിയങ്ക ഖർഗെ അവിടെ സമർപ്പിച്ച ഒരു അപേക്ഷയിൽ പറഞ്ഞത് RSS രജിസ്റ്റർ ചെയ്തിട്ടില്ല മൈലോഡ്, അതിനാൽ അതിലെ ഒരംഗത്തിനും ഈ രജിസ്റ്റർ ചെയ്യപ്പെടാത്ത സംഘടനയിലെ ഒരംഗത്തിനും അപകീർത്തി കേസ് ഫയൽ ചെയ്യാൻ കഴിയില്ല എന്നതാണ് ഈ പ്രിയങ്ക ഖർഗെ, മല്ലികാർജുൻ ഖർഗെയുടെ മകൻ, ഈ രാഹുൽ ഗാന്ധി സ്ക്വാഡിലെ അംഗം പറഞ്ഞത്. അതിന് കോടതി ആ വാദം പൂർണ്ണമായും തള്ളുകയാണ് ഉണ്ടായത്. RSS രജിസ്റ്റർ ചെയ്ത അംഗത്വ സംവിധാനമില്ലാത്ത സംഘടനയായതിനാൽ സംഘടനയെ പ്രതിനിധീകരിച്ച് ഒരു അംഗത്തിനും പരാതി നൽകാനാകില്ല എന്നതായിരുന്നു ഖർഗെയുടെ വാദം. എന്നാൽ ഈ വാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതവും നിയമപരമായി നിലനിൽക്കാത്തതുമാണ് എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതികളുടെയും സുപ്രീം കോടതികളുടെയും മുൻ വിധികൾ ചൂണ്ടിക്കാട്ടിയ കോടതി RSS വ്യക്തമായി തിരിച്ചറിയാവുന്ന ഒരു സംഘടനയാണെന്നും സംഘടനയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടായാൽ അതിലെ ഏതംഗത്തിനും ക്രിമിനൽ അപകീർത്തി കേസ് ഫയൽ ചെയ്യാൻ നിയമപരമായ അവകാശമുണ്ടെന്നും വ്യക്തമാക്കി. ആ വരികൾ ഒന്നുകൂടി വായിക്കാം. ഇദ്ദേഹത്തിന്റെ വാദം പൂർണ്ണമായും അടിസ്ഥാനരഹിതവും നിയമപരമായി നിലനിൽക്കാത്തതുമാണെന്ന് കോടതി പറയുന്നു. ഹൈക്കോടതികളുടെയും സുപ്രീം കോടതിയുടെയും മുൻ വിധികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞത് RSS വ്യക്തമായി തിരിച്ചറിയാവുന്ന ഒരു സംഘടനയാണെന്നും സംഘടനയെ അപകീർത്തിപ്പെടുത്തുന്ന പരാമർശങ്ങൾ ഉണ്ടായാൽ അതിലെ ഏതംഗത്തിനും ക്രിമിനൽ അപകീർത്തി കേസ് ഫയൽ ചെയ്യാം എന്നാണ് ഈ കുട്ടി ഖർഗെയോട് കോടതി, ഒരു മജിസ്ട്രേറ്റ് കോടതി പറഞ്ഞിട്ടുള്ളത്. അതായത് കർണാടകയിലെ നിലവിലെ മുൻ MPമാർക്കും MLAമാർക്കും എതിരായ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി സന്ദീപ് പാട്ടീലാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. അപ്പോൾ കിട്ടേണ്ടത് കുട്ടി ഖർഗെക്ക് കിട്ടിബോധിച്ചു എന്ന് മനസ്സിലാക്കുന്നു. RSSനെ രജിസ്റ്റർ ചെയ്യിക്കും എന്ന് പറഞ്ഞ് വലിയ ഷോ ഓഫ് ആയിരുന്നു. സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ് കളിക്കുകയായിരുന്നു. പല പ്രണയലേഖനങ്ങൾ പലർക്കും അയക്കുന്നു. സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതിന് കത്തയക്കുന്നു. കത്തിന് മറുപടി വേണമെന്ന് പറയുന്നു. ഇതെന്റെ സംസ്ഥാനമാണ്, നിങ്ങൾക്ക് ഇറങ്ങി നടക്കണമെങ്കിൽ എനിക്ക് കൃത്യമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. ഒരു സിനിമയാണ് ഓർമ്മ വരുന്നത്, മാമുക്കോയ കീലേരി അച്ചു എന്ന് പറഞ്ഞ ഒരു കഥാപാത്രമായി വേഷം കെട്ടിയാടിയ ഒരു സിനിമ. ഏതാണ്ട് ആ ഒരു കഥാപാത്രത്തിന്റെ നിലവാരത്തിലേക്ക് ഈ പ്രിയങ്ക ഖർഗെ താഴ്ന്നു എന്നുള്ളതാണ് സത്യം. രാഹുൽ ഗാന്ധിയുടെ ടീമംഗമാണ്, അതിനാൽ ഏതറ്റം വരെയും താഴാം എന്ന് പ്രിയങ്ക ഖർഗെ തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ കോടതിയിൽ നിന്നും കിട്ടിയത് തൽക്കാലം വാങ്ങിവെച്ച് മറുപടിയായി എന്ന് വിചാരിക്കുന്നു. ബാക്കി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ജൂലൈ 21-ന് കോടതി മുൻപാകെ അറിയിക്കുകയും ചെയ്യാം. ഇത് കുറച്ച് സമയം അധികം എടുത്തു എന്നറിയാം, എങ്കിലും ഈ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് തോന്നി. കുറേ ദിവസങ്ങളായി ഈ കാര്യവുമായി നടക്കുകയായിരുന്നു ഈ പ്രിയങ്ക ഖർഗെയും കുറേയധികം മാധ്യമങ്ങളും. പ്രിയ പ്രേക്ഷകരെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് അതും RSSമായി ബന്ധപ്പെട്ടാണ്. RSS അഖിൽ ഭാരതീയ പ്രാന്തപ്രചാരക് ബൈഠക് ജൂലൈ 10 മുതൽ 12 വരെ കർണാടകയിലെ ബെലഗാവിയിൽ നടക്കും എന്നതാണ് പുതിയ റിപ്പോർട്ട്. രാജ്യത്തുടനീളമുള്ള മുതിർന്ന കാര്യകർത്താക്കൾ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ RSSന്റെ വ്യാപന പ്രവർത്തനങ്ങൾ, പരിശീലന പരിപാടികൾ, സംഘടനാപരമായ ഭാവി പ്രവർത്തന രേഖ എന്നിവ വിലയിരുത്തും എന്നും ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഘശതാബ്ദി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും പ്രത്യേക പ്രാധാന്യം നൽകും എന്നും ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യം, 3 ദിവസത്തെ ഈ യോഗത്തിൽ സംഘടനയുടെ 11 ക്ഷേത്രങ്ങളെയും 46 പ്രാന്തങ്ങളെയും പ്രതിനിധീകരിക്കുന്ന പ്രാന്തപ്രചാരകർ, സഹപ്രാന്ത പ്രചാരകർ, ക്ഷേത്രീയ പ്രചാരകർ, സഹക്ഷേത്രീയ പ്രചാരകർ എന്നിവർ പങ്കെടുക്കും എന്നതാണ് വാർത്ത. അതുകൂടാതെ 32 പരിവാർ സംഘടനകളുടെ അഖില ഭാരതീയ സംഘടനാ സെക്രട്ടറിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കും. കർണാടകയിലെ ബെലഗാവിയിലാണ് ഈ യോഗം നടക്കുന്നത്. പ്രിയങ്ക ഖർഗെയോടാണ് ഈ ഏതെങ്കിലും തരത്തിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ഈ യോഗത്തിൽ പോയി പറഞ്ഞ് രജിസ്റ്റർ ചെയ്യിക്കേണ്ടതാണ്. നിങ്ങളുടെ നാട്ടിലേക്കാണ്
വരുന്നത്. ഇനി നിരോധിക്കാനാണ് എന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ അവിടെ വെച്ച് നിരോധിക്കാൻ ഒരു ശ്രമം നടത്തി നോക്കാവുന്നതുമാണ്. അപ്പോൾ ആ പരിപാടി ജൂലൈ 10 മുതൽ 12 വരെയാണ് നടക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പ്രിയ പ്രേക്ഷകരെ പോവുകയാണ്. അയോധ്യയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അയോധ്യയിൽ ശ്രീരാമ ക്ഷേത്ര സംഭാവന തട്ടിപ്പ് കേസിൽ ശക്തമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് SIT. ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ട്രസ്റ്റ് എടുക്കുന്ന നിലപാടാണ് ഏറ്റവും ശ്ലാഘനീയമായ നിലപാട്. ട്രസ്റ്റ് എടുത്ത രംഗത്ത് വരികയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കുറ്റക്കാർ ആരായാലും രക്ഷപ്പെടരുത് എന്നാണ് ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു നിരപരാധിയും പക്ഷേ കേസിൽ കുടുങ്ങരുത് എന്നും ഈ ട്രസ്റ്റ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചിലർ ഇതിൽ വലിച്ചിഴക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യവും ട്രസ്റ്റ് വ്യക്തമാക്കുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിൽ ജനറൽ സെക്രട്ടറി കൂടിയായ ചമ്പത് റായ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി ഇതിനോടകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനിൽ മിശ്ര, ഗോപാൽ റാവു തുടങ്ങിയവരുടെ അംഗങ്ങളായ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ടിന്നു യാദവിനെയൊക്കെ പോലെയുള്ള കൊടും കുറ്റവാളികൾ അവർ അറസ്റ്റ് രേഖപ്പെടുത്തി ജുഡീഷ്യൽ കസ്റ്റഡിയിലുമാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള വീഴ്ചയുമില്ലാതെ, ഒരു പാളിച്ചയുമില്ലാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇന്ന് ഈ ബുള്ളറ്റിൻ നമ്മൾ കയറുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് കിട്ടിയ ഒരു അപ്ഡേഷൻ നോക്കുകയാണെങ്കിൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ മറ്റ് അറസ്റ്റുകളിലേക്ക് കടക്കാൻ ഈ SIT പ്രത്യേക അന്വേഷണ സംഘം ഒരുങ്ങുന്നു എന്നതാണ് കിട്ടുന്ന വാർത്തയും വിവരവും. അതായത് ഒരു സ്ഥലത്തു വെച്ചും ഈ അന്വേഷണം നിയന്ത്രിച്ച് നിർത്തുന്നതിന് ആരും ഇടപെടുന്നില്ല. ആരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഈ പ്രതികളെ രക്ഷിക്കുന്നതിനുള്ള ശ്രമം നടത്തുന്നില്ല. നേരെ മറിച്ച് കൃത്യമായ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നതാണ് വാർത്ത. പ്രിയ പ്രേക്ഷകരെ, ആ വാർത്തയിൽ നിന്നും മറ്റ് വിവരങ്ങളിലേക്ക്, വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. പശ്ചിമ ബംഗാളിൽ നിന്നും വരുന്ന ഒരു വാർത്തയാണ് അടുത്തതായി നമ്മുടെ ഈ നേഷൻ ഫസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. പശ്ചിമ ബംഗാളിൽ വ്യാജ വോട്ടർ ID-യും വ്യാജ ആധാർ കാർഡും അങ്ങനെ ഒട്ടനേകം കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപയോഗിച്ച് കുറേയധികം ആളുകളെ ഈ വോട്ടർ പട്ടികയിൽ ചേർത്ത മമതാ ബാനർജിയെ നമുക്കറിയാം. SIR-ലൂടെയാണ് ഇവരെല്ലാവരും പുറത്തേക്ക് പോവുകയും ചെയ്തത്. അപ്പോൾ ഈ വ്യാജ ആധാർ കാർഡും വ്യാജ തിരിച്ചറിയൽ കാർഡും എന്നതിനപ്പുറം ഇതാ വ്യാജ ജനന സർട്ടിഫിക്കറ്റും പശ്ചിമ ബംഗാളിലുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. പശ്ചിമ ബംഗാളിലെ ജനന സർട്ടിഫിക്കറ്റ് പരിശോധനാ ഡ്രൈവിൽ 1,61,000 സംശയാസ്പദമായ വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തി എന്നതാണ് വാർത്ത. 10,972 വ്യാജ ഫിസിക്കൽ സർട്ടിഫിക്കറ്റുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 1,50,174 വ്യാജ ഡിജിറ്റലൈസ് ചെയ്ത സർട്ടിഫിക്കറ്റുകളും തിരിച്ചറിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കൊൽക്കത്ത, മുർഷിദാബാദ്, ഉത്തർ ദിനാജ്പൂർ, നോർത്ത് 24 പർഗനാസ്, മാൾഡ എന്നിവിടങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇത്തരം വ്യാജ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. നുഴഞ്ഞുകയറ്റക്കാരടക്കം വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ സ്വന്തമാക്കി എന്നുള്ളതും വ്യക്തമാകുന്നു. മമതാ ബാനർജിയുടെ ഭരണകാലത്താണ് ഈ നീക്കമുണ്ടായത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ബംഗ്ലാദേശിൽ നിന്നും ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറി ഇവിടെ എത്തിയതിന് ശേഷം വ്യാജ ജനന സർട്ടിഫിക്കറ്റ് സംഘടിപ്പിച്ച് ഇവിടുത്തെ പൗരത്വം കരസ്ഥമാക്കി, ഇവിടെ വോട്ട് ചെയ്ത് ഇവിടുത്തെ ആനുകൂല്യങ്ങൾ സ്വന്തമാക്കി മുന്നോട്ട് പോവുകയായിരുന്നു ഈ ആളുകൾ. അതാണ് സുവേന്ദു അധികാരി അധികാരത്തിൽ വന്ന ശേഷം ഇപ്പോൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നത്. മമതാ ബാനർജിയൊക്കെ ഈ രാജ്യത്തോട് ചെയ്ത പാതകം എത്രത്തോളം ഉണ്ട് എന്ന് ഓരോ ദിവസവുമായി പുറത്തു വരികയാണ്. അധികാരം നിലനിർത്താൻ വിദേശികളായിട്ടുള്ള, ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് പാർപ്പിച്ച് എല്ലാ രേഖകളും നൽകുകയായിരുന്നു മമതാ ബാനർജിയും അവർക്ക് മുമ്പ് ഇവിടെ ഭരിച്ച ബംഗാൾ ഭരിച്ച CPIM ഒക്കെ ചെയ്തു പോന്നിരുന്നത്. മറ്റ് വാർത്തകളിലേക്ക് നമ്മൾ വളരെ വേഗം പോകുന്നു. അതായത് DMK-യുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് നിലവിൽ DMK ഉള്ളത്. അവരുടെ നേതാക്കളെ TVK അടർത്തിയെടുക്കാൻ ശ്രമം നടക്കുന്നു. TVK-യുടെ MLA-മാരെ അടർത്തിയെടുക്കാൻ DMK ശ്രമം നടത്തുന്നു. അങ്ങനെ കൂട്ടപ്പൊരിച്ചിൽ അവിടെ നടക്കുകയാണ്. അധികാരത്തിൽ നിന്നും പുറത്തായി സ്റ്റാലിൻ ഒരു MLA പോലും അല്ലാതായി മാറിയ പശ്ചാത്തലത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് തമിഴ്നാട്ടിൽ. ഈ ഒരു ഘട്ടത്തിലാണ് സ്റ്റാലിനും DMK-യും
NDAയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്റ്റാലിന്റെ നേതൃത്വത്തിൽ DMK ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നരേന്ദ്രമോദിക്കൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. TVK നേതൃത്വത്തിൽ സഖ്യകക്ഷികളുടെ ആദ്യ യോഗം ഇന്നലെ ചേർന്നതിന് പിന്നാലെയാണ് DMKയുടെ നീക്കം. AIADMKയുമായി സഖ്യത്തിലാകുന്നതും ഇവരുടെ പരിഗണനയിലുണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. DMK നേതൃയോഗം വൈകാതെ ചേർന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നും വാർത്തകൾ പുറത്തുവരുന്നു. ചതിയന്മാരായ കോൺഗ്രസുമായി ഇനി ഒരു സഹകരണവും വേണ്ടെന്ന നിലപാടിലാണ് നേതാക്കൾ. അപ്പോൾ കോൺഗ്രസ് വളരെയധികം വർഷങ്ങളായി DMKയുമായി സഖ്യത്തിലായിരുന്നു. DMKയ്ക്കൊപ്പം തോളോട് തോൾ ചേർന്നാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. 5 നിയമസഭാ സീറ്റുകൾ DMKയുടെ കാരുണ്യത്താൽ അവിടെ നേടുകയും ചെയ്തു കോൺഗ്രസ്. അതിനുശേഷം കോൺഗ്രസ് സ്ഥിരം പണി കാണിച്ചു. പിന്നിൽ നിന്നും സ്റ്റാലിനെയും DMKയും കുത്തി ജോസഫ് വിജയ്ക്കൊപ്പം പോവുകയും ചെയ്തു. രാഹുൽ ഗാന്ധി ജോസഫ് വിജയ്ക്കൊപ്പം വേദി പങ്കിടുകയും ചെയ്തു. രാഹുൽ ഗാന്ധിക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് സ്റ്റാലിനും DMK നേതാക്കളും നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. കോൺഗ്രസ് ചതിയന്മാരാണ് എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് DMK. അവർ ഏറ്റവും വിശ്വസ്തരായ, അവർ ഏറ്റവും ആശ്രയിക്കാൻ കഴിയുന്ന അവരുടെ സഖ്യകക്ഷി എന്ന നിലയിൽ ഇപ്പോൾ കാണുന്നത് BJPയെയാണ്, NDAയെയാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടിയാണ്. അപ്പോൾ BJP NDA സഖ്യത്തിനൊപ്പം ചേരാനുള്ള നീക്കങ്ങൾ ഇതിനോടകം DMK അണിയറയിൽ നടത്തുന്നു എന്നതാണ് നമുക്കിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കിട്ടുന്ന വിവരം. ഇനി അതല്ല എങ്കിൽ തമിഴ്നാട്ടിൽ AIADMKയുമായി ചേർന്ന് ഒരു പ്രാദേശിക സഖ്യമായി പോകാനും അവർക്ക് തീരുമാനമുണ്ട്. എന്തായാലും ജോസഫ് വിജയിയെ 6 മാസത്തിനധികം പിളർത്തും വീഴ്ത്തും എന്നുറപ്പിച്ചിരിക്കുകയാണ് DMK. ഈ DMK അത്ര നല്ല ആളുകളല്ല. NDAയിലേക്ക് എടുക്കും മുൻപ് പല കാര്യങ്ങളും ആലോചിക്കും എന്നുള്ളതും മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം സനാതനധർമ്മത്തെ വേരറുക്കും എന്ന് പറഞ്ഞയാളാണ് ഉദയനിധി സ്റ്റാലിൻ. സനാതനധർമ്മം മലേറിയ പോലെയാണ് എന്ന് പറഞ്ഞയാളാണ് ഉദയനിധി സ്റ്റാലിൻ. തിരുപ്പുറം കുണ്ട്രം മുരുകക്ഷേത്രത്തിൽ കാർത്തിക ദീപം നിങ്ങളാരും തെളിയിക്കേണ്ട എന്ന് അവിടുത്തെ ഹിന്ദു വിഭാഗത്തോട് ശഠിച്ച, പോലീസിനെ ഇറക്കി തടഞ്ഞ ആളുകളാണ് സ്റ്റാലിനും മകനുമൊക്കെ. അപ്പോൾ ഹിന്ദു വിഭാഗങ്ങളുടെ ഉള്ളിൽ വലിയ മുറിവാണ് അത് ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷേ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റൊരു വിഷയമാണ്. കാത്തിരുന്ന് കാണാം എന്താണ് തമിഴ്നാട്ടിൽ സംഭവിക്കുക എന്ന്. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ ഈ നേഷൻ ഫസ്റ്റിൽ നമ്മുടെ ഇന്നത്തെ വാർത്തകൾ ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഒരു വാർത്ത കൂടിയുണ്ട്, അതും ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഈ നേഷൻ ഫസ്റ്റ് കേൾക്കുന്ന മുഴുവൻ പ്രേക്ഷകരും വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വാർത്ത കൂടിയാണത്. നേരത്തെ പ്രിയങ്ക ഖർഗെയുടെ പ്രശ്നം തീർന്നതുപോലെ മറ്റ് ഒരു വിഭാഗത്തിന്റെ പ്രശ്നം കൂടിയാണ് ഇപ്പോൾ ഇവിടെ തീരാൻ പോകുന്നത്. അതായത് ദ തിമോത്തി ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട 6 പേർക്കെതിരായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം, അതായത് UAPA പ്രകാരമുള്ള ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്ന ഹർജി കർണാടക ഹൈക്കോടതി തള്ളി എന്നതാണ് വാർത്ത. ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ അടുത്ത് കർണാടകയിൽ ഒരു 6 പേർ അറസ്റ്റിലായിരുന്നു. അവർ ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന അമേരിക്കൻ ഓർഗനൈസേഷൻ, ക്രിസ്ത്യൻ സംഘടനയാണ്. അവരിൽ നിന്നും പണം വാങ്ങി ഈ ഭാരതത്തിൽ മതപരിവർത്തനം, ക്രൈസ്തവ മതപരിവർത്തനം നടത്തുന്ന സംഘടനയാണ് തിമോത്തി ഇനിഷ്യേറ്റീവ്. പക്ഷേ ഇവന്മാർ ചെയ്ത പണി എന്താണെന്നാൽ, ഈ FCRA ഫണ്ട് വിദേശത്ത് നിന്നും വരുന്ന പണം വാങ്ങി അത് നക്സലുകൾക്കും, അതായത് മാവോയിസ്റ്റുകൾക്കും അതോടൊപ്പം തന്നെ ഈ ഭാരതത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിധ്വംസക വിഘടനവാദ ശക്തികൾക്കും വിതരണം ചെയ്തു എന്നതാണ് കണ്ടെത്തിയത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. FCRA തകർക്കരുതേ, FCRA നിയന്ത്രണം കൊണ്ടുവരരുതേ എന്നൊക്കെ ഇവിടുത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ ഈ വലിയ പ്രസ്താവനകൾ ഇറക്കും മുമ്പ് നിങ്ങൾ സ്വയം നിങ്ങളിലേക്കൊന്ന് നോക്കൂ എന്നാണ് പറയാനുള്ളത്. കർണാടകയിൽ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന മതപരിവർത്തന സംഘടനയുടെ മറവിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് ഈ രീതിയിൽ മാവോയിസ്റ്റുകളുടെ കൈകളിലേക്ക് ഒഴുകിയെത്തിയത് ഈ രാജ്യത്തെ തകർക്കാൻ എന്നാണ് കണ്ടെത്തിയതും അവർക്കെതിരെ UAPA ചുമത്തിയിരിക്കുന്നതും 6 പേരെ അറസ്റ്റ് ചെയ്തതും. ഇവരുടെ ജാമ്യ ഹർജിയാണ് ഇപ്പോൾ, ആ ക്രിമിനൽ കേസ് റദ്ദാക്കണമെന്ന ഹർജിയാണ് കർണാടക ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. ഈ ഹർജി തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞ കാര്യം കൂടി കേൾക്കാം. തീവ്രവാദത്തിന് രഹസ്യമായി ധനസഹായം നൽകുന്നത് ഇന്നത്തെ ഏറ്റവും ഗുരുതരമായ ദേശീയ സുരക്ഷാ ഭീഷണികളിൽ ഒന്നാണ് എന്ന് കോടതി പറയുന്നു. M നാഗപ്രസന്ന അധ്യക്ഷനായ
ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. അതായത് ഒന്നുകൂടി ആ വാക്ക് പറയാം, തീവ്രവാദത്തിന് രഹസ്യമായി ധനസഹായം നൽകുന്നത് ഇന്നത്തെ ഏറ്റവും ഗുരുതരമായ ദേശീയ സുരക്ഷാ ഭീഷണികളിൽ ഒന്നാണ് എന്ന് പറയുന്നു. വിദേശത്തു നിന്നും പണം കൈപ്പറ്റി, വിദേശത്തു നിന്നും FCRA അക്കൗണ്ടുകൾ വഴി പണം എത്തി, അത് തീവ്രവാദ പ്രവർത്തനത്തിന്, വിഘടനവാദ പ്രവർത്തനത്തിന് ഇവർ ഉപയോഗിച്ചു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുകയാണെന്നേ. അതുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ FCRA നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിയമങ്ങൾ കൊണ്ടുവന്നത്. അതിനെതിരെയാണ് കേരളത്തിലെ മതമേലധ്യക്ഷന്മാർ ആ രോഷം അണപൊട്ടി പ്രതികരിക്കുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു കേരളത്തിൽ നിയമസഭയിൽ ഈ FCRAക്കെതിരെ പ്രമേയം പാസാക്കാൻ ഒരുങ്ങുന്നത്. ഇവർ പിന്തുണയ്ക്കുന്നത് ഈ രാജ്യത്തെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പണം നൽകുന്ന ആളുകളെയാണ്. ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഫണ്ടിങ് നടത്തുന്ന മാവോയിസ്റ്റുകൾക്ക് പണം നൽകുന്ന ഈ ക്രൈസ്തവ മിഷണറി ഗ്രൂപ്പുകളെയാണ് കേരളത്തിൽ ഈ പിന്തുണയ്ക്കാൻ നിന്നത്. അത് അവിടെ BB ഗോപകുമാറും അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖറും V മുരളീധരനും ഒക്കെ ജയിച്ച് കയറിയില്ലായിരുന്നെങ്കിൽ ഏകകണ്ഠമായി കേരള നിയമസഭ പ്രമേയം പാസാക്കി എന്നുള്ള ഒരു വാർത്തയായിരുന്നു വരേണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രാജ്യം എത്ര കണ്ട് അപകടത്തിലാണ് എന്നുള്ളത്. ഇനി അതിലെ മറ്റൊരു വിവരം കൂടി പറയാം. ഈ തിമോത്തി ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട് മൈക്ക മാർക്ക്, ജോനാഥൻ S രാജൻ, അജിത് വർഗീസ് മത്തായി, വർഗീസ് ചാക്കോ, ബബ്ലു കുർമി, സുപ്രീം ജോയി എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായി അകത്തുള്ളത്. അമേരിക്കയിൽ നിന്നുള്ള ഡെബിറ്റ് കാർഡുകൾ നിയമവിരുദ്ധമായി ഉപയോഗിച്ച് ഇന്ത്യയിലെ മാവോയിസ്റ്റ് മേഖലകളിൽ പണം പിൻവലിക്കുകയും നിലവിലുള്ള നിയന്ത്രണ സംവിധാനങ്ങളെ മറികടന്ന് ആ ഫണ്ടുകൾ വിതരണം ചെയ്യുകയും ചെയ്തു എന്നതാണ് കേസ്. ഈ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ UAPA രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ആ വാർത്ത പറയുന്നതിന് കുറച്ചധികം സമയമെടുത്തു എന്നെനിക്കറിയാം. എങ്കിലും ഈ വാർത്ത മറ്റൊരു മാധ്യമവും നിങ്ങളിലേക്ക് എത്തിക്കില്ല എന്നുറപ്പുള്ളത് കൊണ്ടാണ് ഇത് ജനം TV കുറച്ചധികം സമയമെടുത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നേഷൻ ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങിയത് തന്നെ ഇത്തരം വാർത്തകൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ജനം TV ഈ വാർത്തകളിൽ വിട്ടുവീഴ്ച നടത്തുകയുമില്ല. പ്രിയ പ്രേക്ഷകരെ, അപ്പോൾ ഇന്നത്തെ ഈ നേഷൻ ഫസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ദേശീയ തലത്തിലെ വാർത്തകൾ, വിശേഷങ്ങൾ, വിശകലനങ്ങളൊക്കെയായി തൊട്ടടുത്ത ദിവസം 8 മണിക്ക് വീണ്ടും നേഷൻ ഫസ്റ്റുമായി വരുന്നതായിരിക്കും. ഇന്ന് രാത്രി 9:30 ഒരു ദിവസം സംഭവിച്ച മുഴുവൻ ദേശീയ വാർത്തകളും കോർത്തിണക്കിയുള്ള അരമണിക്കൂർ ദേശീയ ബുള്ളറ്റിൻ നേഷൻ പ്ലസുമായി വീണ്ടും കാണാം. ഡൽഹിയിൽ നല്ല മഴ വീണ്ടും വരാൻ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ വളരെ വേഗം നമ്മുടെ ഈ ബുള്ളറ്റിൻ അവസാനിപ്പിക്കുന്നു. നാളെ കാണാം. ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മുടെ പ്രിയപ്പെട്ട ആങ്കർമാർ നിങ്ങൾക്കൊപ്പം ചേരും. ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേള.